സ്വർണ്ണവില കുത്തനെ കുറയുകയാണ്. പക്ഷേ വില കുറഞ്ഞെങ്കിലും ആളുകൾ സ്വർണ്ണം വാങ്ങി തുടങ്ങിയിട്ടില്ല. അതിനാൽ സ്വർണ്ണ വ്യാപാരവും തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ പോക്ക് പോയാൽ സ്വർണ്ണക്കടകൾ അടച്ചുപൂട്ടേണ്ടി വരും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടുത്ത ചാഞ്ചാട്ടമാണ് കാണുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി 1, 2, 3 വട്ടമൊക്കെ സ്വർണ്ണവില താഴ്ന്നതാണ് കണ്ടത്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമെല്ലാം വലിയ തോതിൽ വില കുറയുന്നു. ഈ നിരക്കുകൾ മാർച്ച് മാസത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് സ്വർണ്ണത്തെ എത്തിച്ചു. മാർച്ച് 1 രേഖപ്പെടുത്തിയ 1,26,920 രൂപയാണ് 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ ഒരു പവന് ഈ മാസത്തെ റെക്കോർഡ് വില. അവിടെ നിന്നും പവന്റെ വിലയിൽ 17,680 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 1 ഗ്രാമിൽ 2,210 രൂപയുടെ ഇടിവും സംഭവിച്ചു. അതിനാൽ തന്നെ സ്വർണ്ണവില കുത്തനെ കുറയുന്നതാണ് ആഭരണപ്രേമികൾക്കും വ്യാപാരികൾക്കും ആശ്വാസമുള്ള വാർത്തയായി പുറത്തുവന്നത്. എന്നാൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം തകർച്ചയിലേക്കാണ്. സ്വർണ്ണ വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളിൽ 1 ഗ്രാം സ്വർണം പോലും വിൽക്കുവാനോ വാങ്ങുവാനോ ഒരാളും വരാത്ത ചുറ്റുപാടാണ് ഇന്നുള്ളതെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കുന്ന ജ്വല്ലറികൾ യാതൊരുവിധ ഇടപാടുകളും നടത്താൻ കഴിയാതെയാണ് വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടേണ്ടി വരുന്നത്. സ്വർണ്ണവില ചാഞ്ചാടുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വില കുറവും വില കൂടുതലുമെല്ലാം ഉപഭോക്താക്കൾക്കിടയിൽ സംശയം വർദ്ധിപ്പിക്കുകയാണ്. അതെ, സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ആളുകൾ സ്വർണം വാങ്ങി തുടങ്ങിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇനിയും വില കുറയാനായി കാത്തിരിക്കുകയാണ് പലരുമെന്നും വ്യാപാരികൾ പറയുന്നു. വ്യാപാരം മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. സ്വർണം വാങ്ങാനായിട്ട് ഇന്ന് ആളുകൾ വരുന്നില്ല. കാരണം വില ഇങ്ങനെ ക്രമാതീതമായി താഴേക്ക് പോകുമ്പോൾ വീണ്ടും കൂടുതൽ താഴ്ചയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. 1 ലക്ഷം രൂപയിൽ നിന്ന് താഴേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ ആശ്വാസം തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുക. 70,000-ലും 80,000-ത്തിലേക്കും സ്വർണ്ണവില എത്തിയാൽ ആ സമയത്ത് സ്വർണം വാങ്ങാം എന്ന രീതിയിലേക്കാണ് ഇന്ന് ആളുകൾ മാറി ചിന്തിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണ വ്യാപാരം എന്ന് പറഞ്ഞത് ഒരു സമയത്ത് വലിയ തരത്തിൽ വ്യാപാരം നടന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് വളരെ കുറച്ച് സ്വർണ്ണ വിൽപ്പന മാത്രമാണ് നടക്കുന്നത്. എന്നാൽ സ്വർണം വാങ്ങുന്നതിനേക്കാൾ വിൽക്കാനാണ് ആളുകൾ ഇന്നെത്തുന്നത്. സ്വർണം വിൽക്കാനായിട്ട് വളരെ വലിയ തോതിൽ ആളുകൾ എത്തുകയാണ്. പക്ഷേ സ്വർണം വാങ്ങാൻ പോലും സ്വർണ്ണ വ്യാപാരികളുടെ കയ്യിൽ പണമില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതിനാൽ തന്നെ സ്വർണം വിൽക്കാനോ വാങ്ങാനോ പാടുപെടുകയാണ് സ്വർണ്ണ കച്ചവടക്കാർ. അതിനാൽ തന്നെ പല കടകളും പൂട്ടേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നും വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളൊന്നും ഇന്ന് ആരും ഉപയോഗിക്കുന്നില്ല. അതിനാൽ തന്നെ പുതിയ തലമുറയടക്കമുള്ള ആളുകളുടെ എല്ലാം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങുക എന്ന് തന്നെയാണ്. ആയതിനാൽ തന്നെ ഇന്ന് ട്രെൻഡുകളും മാറിത്തുടങ്ങി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ സ്വർണ്ണവില താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു സംശയവും ബാക്കിയുണ്ട്. കുത്തനെ വില കൂടാനും നിലവിലെ വിപണിയിൽ മാറ്റമുണ്ടാകാനും ചില സാധ്യതകളും വ്യാപാരികളും വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ വന്നാൽ സ്വർണം മാർച്ച് മാസത്തിൽ 2 ലക്ഷത്തിലേക്ക് അടുക്കുമോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.